അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇന്ന് നമ്മളിവിടെ വായിക്കാൻ പോകുന്ന പുസ്തകം അല്ലാമ നാസിർ സഅദിയുടെ ബഹ്ജത്തു ഖുലൂബിൽ അബ്റാർ എന്ന് പറയുന്ന ഹദീസിൻ്റെ പുസ്തകത്തിലാണ്. 6-ാമത്തെ ഹദീസായിക്കൊണ്ട് അദ്ദേഹം ഇതിൽ പറയുന്നത് അൻ അബ്ദില്ലാഹി ബിനി അംരി ബിനിൽ ആസി റളിയല്ലാഹു അൻഹുമ قال قال رسول الله صلى الله عليه وسلم المسلم من سلم المسلمون من لسانه ويده والمهاجر من هجر ما نهى الله عنه متفق عليه. ഈ ഹദീസ് ബുഖാരി മുസ്ലിം റഹിമഹുമുള്ള അവരുടെ സഹീഹായ ആ പുസ്തകങ്ങളിൽ കിതാബുകളിൽ എഴുതി രേഖപ്പെടുത്തി വെച്ചതാണ്, സ്വീകാര്യോഗ്യമായതാണ്. അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസി റളിയല്ലാഹു അൻഹുമ മകനും പിതാവും അവർ രണ്ടുപേരും സ്വഹാബികളാണ്. അംർ ഇബ്നുൽ ആസി റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ മുമ്പ് ശിർക്കിൻ്റെ കാലഘട്ടത്തിലും അറബികളിൽ അഗ്രഗണ്യനും അതിസമർത്ഥനുമായിരുന്നു റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ മകനായ അബ്ദുള്ള എന്ന് പറയുന്ന ആ മകൻ വളരെയധികം ആരാധനയും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ധാരാളം ഹദീസുകൾ പഠിക്കുകയും ചെയ്ത ഒരു യുവാവായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഈ ഹദീസിൽ പറയുന്നത് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥ ഒരു മുസ്ലിം, ഇസ്ലാമിൻ്റെ കാര്യത്തിൽ പൂർണ്ണതയുള്ള ഒരു മനുഷ്യൻ, ഉത്തമമായ അതിൻ്റെ ആ പദവിയിൽ എത്തിയ ഒരു വ്യക്തി, അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും കരങ്ങളിൽ നിന്നും മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് സുരക്ഷ ലഭിച്ചവനാകുന്നു എന്നുള്ളത്. മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് അവൻ്റെ നാവ് കൊണ്ടോ അവൻ്റെ കൈ കൊണ്ടോ ഈ പറയുന്ന രണ്ട് അവയവങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ദുരുപയോഗം ചെയ്യുന്നത് ഈ രണ്ട് അവയവങ്ങളാണ്. ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു മൻ യദ്മൻ ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന ഫഖിദൈഹി അദ്മൻ ലഹുൽ ജന്ന എന്ന്. ഒരാൾ അവൻ്റെ രണ്ട് താടിയെല്ലിൻ്റെ ഇടയിലുള്ള ആ അവയവം അത് ദുരുപയോഗം ചെയ്യൂല, അതുകൊണ്ട് തെറ്റ് ചെയ്യൂല എന്ന് ആരാണ് എനിക്ക് വാക്ക് തരിക? അതേപോലെ തന്നെ ഒരാൾ അവൻ്റെ രണ്ട് കാലിൻ്റെ തുടയുടെ ഇടയിലുള്ള അവയവം, ലൈംഗിക അവയവം, അത് ദുരുപയോഗം ചെയ്യാതെ ഹറാം അതുകൊണ്ട് ചെയ്യൂല എന്ന് ആർക്കാണ് എനിക്ക് വാക്ക് തരാൻ കഴിയുക? അവന് സ്വർഗം ഞാൻ വാങ്ങിക്കൊടുക്കാം എന്ന് വാക്ക് കൊടുക്കുന്നു എന്ന്. നമുക്കറിയാം, നാവ് എന്ന് പറയുന്ന ആ അവയവം അത് വളരെ ചെറിയതാണ് മറ്റുള്ള പല അവയവങ്ങളെക്കുള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ. എന്നാൽ അതിനെ മനുഷ്യന് ഉപയോഗിച്ചുകൊണ്ട് നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തി വലിയ ശ്രേഷ്ഠതകളും പദവികളും അതുകൊണ്ട് ഒരാൾക്ക് നേടാൻ കഴിയും. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പറയും, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഈ പറച്ചിൽ വേണ്ടി നാവ് എന്ന് പറയുന്ന അവയവം കൊണ്ടാണ് നമ്മൾ നേടിയെടുക്കുന്നത് അത്ര വലിയ പദവികളും ശ്രേഷ്ഠതകളും. കാഫിറായ ഒരു മനുഷ്യൻ ഇസ്ലാമിലെ പ്രവേശിക്കാണ് ആ വാക്ക് പറഞ്ഞുകൊണ്ട്. അത് നല്ല നിലക്ക് ഉപയോഗിച്ചാൽ, അള്ളാഹുവിൻ്റെ ദിക്റുമായി കൊണ്ട് ആ നാവിനെ ഒരാൾ ഉപയോഗപ്പെടുത്തിയാൽ, പരിശുദ്ധ ഖുർആൻ അതുകൊണ്ട് പാരായണം ചെയ്താൽ, അള്ളാഹുവിൻ്റെ ദീൻ അതുകൊണ്ട് പഠിക്കുകയും മറ്റുള്ളവർക്കത് പറഞ്ഞ് ദഅവത്ത് നടത്തുകയും ചെയ്താൽ, നാവ് എന്ന് പറയുന്ന ആ അവയവം അതിമഹത്തായതാണ്. ഒരു മനുഷ്യനെ ഉന്നതനായ പദവിയിലേക്ക് എത്തിക്കാൻ കഴിയും. അതേപോലെ ആ നാവിനെ ഒരാൾ ദുരുപയോഗം ചെയ്താൽ, ഉപയോഗിക്കാൻ എളുപ്പമുള്ളൊരു അവയവമാണത്, വലിയ പ്രയാസമില്ല. നമുക്ക് കുറേ നടന്നാൽ കാലിന് കടച്ചിൽ വരും, കുറേ മറ്റുള്ള കാര്യങ്ങൾ നോക്കിയാൽ കണ്ണിന് നമുക്ക് കടച്ചിൽ വരും. നാവ് അതങ്ങോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പറയത്തക്ക നിലക്കുള്ളൊരു പ്രയാസം അനുഭവപ്പെടാതെ കൂടുതൽ ഉപയോഗിക്കാൻ കഴിയും. അതിന് ദുരുപയോഗം ചെയ്തു എന്നുണ്ടെങ്കിൽ ആളുകളെ നരകത്തിൽ കൊണ്ടുപോയി മുഖം കുത്തി തള്ളിക്കപ്പെടും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു യാ റസൂലല്ലാഹ്, നമ്മൾ സംസാരിക്കുന്നത് കൊണ്ടൊക്കെ നമുക്ക് ശിക്ഷയുണ്ടാകോ? അതിന് വിചാരണയും അള്ളാഹു അത് പിടികൂടും ചെയ്യോ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, വഹൽ യുകബ്ബുന്നാസു അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം. ആളുകളെ മുഖം കുത്തി, അതല്ലെങ്കിൽ മൂക്ക് കുത്തി. ഹദീസിൻ്റെ ലഫ്ള്, വചനം, പ്രവാചകൻ എന്താണ് പറഞ്ഞത് എന്നുള്ള സൂക്ഷ്മതയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറഞ്ഞതാണ്. ആളുകളെ മുഖം കുത്തിയിട്ട് നരകത്തിൽ കൊണ്ടുപോയി തള്ളുന്നത് ഇല്ല ഹസാഇദു അൽസിനതിഹിം, അവരുടെ നാവ് കൊയ്തെടുത്തതിൻ്റെ തിക്തഫലങ്ങളല്ലയോ.
അപ്പം അതാണ് സാധനം, നാവ് എന്ന് പറയുന്ന അവയം. അതേപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ നമ്മിൽ നിന്നുണ്ടാകുന്ന മറ്റു ഒരു അവയവമാണ് നമ്മുടെ കയ്യ് എന്ന് പറയുന്നത്. ആ നാവ് കൊണ്ടും കരങ്ങൾ കൊണ്ടും മറ്റുള്ള മുസ്ലിമീങ്ങൾക്കൊരു ഉപദ്രവവും ഇല്ലാതെ ഉറപ്പുവരുത്തിക്കൊണ്ട് പോകാൻ ബാധ്യസ്ഥരാണ് ഒരു മുസ്ലിം. അതവൻ്റെ ഈമാനിൻ്റെ നിലവാരത്തിന് ഉയർത്തുന്നതാണ്. അത് ദുരുപയോഗം ചെയ്താൽ അവൻ്റെ ഈമാനിൻ്റെ അവൻ്റെ പദവികൾ അത് താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. മറ്റൊരായത്തിൽ അല്ലാഹു വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്കറിയാത്ത കാര്യങ്ങൾ അത് നീ ചെയ്യാനോ പറയാനോ അതിൻ്റെ പിന്നിൽ കൂടാനോ അത് അയക്കാനോ അത് മറ്റുള്ളവരോട് ചർച്ച ചെയ്യാൻ പോവുകയേ ചെയ്യരുത്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം. അറിയാത്ത കാര്യങ്ങൾ, ഈ പറയുന്ന അവയവങ്ങളെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും ഖുർആനിൽ കൂടെയും ഹദീസുകളിൽ കൂടെയും ധാരാളമായ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളും നിർദ്ദേശങ്ങളുമുണ്ട്. ഈ മഹത്തായ ഹദീസിൽ കൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് മുസ്ലിമീങ്ങൾക്ക് നിന്റെ നാവ് കൊണ്ടോ നിന്റെ കരങ്ങൾ കൊണ്ടോ ഒരു ഉപദ്രവവും ഉണ്ടാവരുതേ, ഒരു ഉപദ്രവം ഉണ്ടാകും. മുസ്ലിമീങ്ങൾ അവരുടെ രക്തമാണെങ്കിലും അവരുടെ സമ്പത്താണെങ്കിലും അവരുടെ അഭിമാനമാണെങ്കിലും അത് പവിത്രമാണ്, അത് സുരക്ഷിതമാണ്. ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാദക്കും അലൈക്കും ഹറാം. നിശ്ചയം നിങ്ങളുടെ രക്തം, മുസ്ലിമീങ്ങളുടെ രക്തം, മുസ്ലിമീങ്ങളുടെ സമ്പത്ത്, മുസ്ലിമീങ്ങളുടെ അഭിമാനം അത് നിഷിദ്ധമാണ്. അതിൽ കൈവെക്കാൻ പാടില്ല. അത് ഒരാൾ ദുരുപയോഗം ചെയ്ത് അർഹതയില്ലാതെ അവകാശമില്ലാതെ അതിൽ ഇടപെടാൻ പാടില്ല. അത് ഹറാമാണ്, അത് വളരെ ഗൗരവമുള്ളതാണ്. കഹുർമത്തി യൗമിക്കും ഹാദ ഫീ ബലദിക്കും ഹാദ ഫീ ഷഹരിക്കും ഹാദ. യുദ്ധം നിഷിദ്ധമായ ദുൽഹജ്ജ് മാസം, അതേപോലെ തന്നെ ദുൽഹജ്ജിൻ്റെ 9-ന്റെയും 10-ന്റെയും ആ ഹജ്ജിൻ്റെ ദിവസങ്ങൾ, അതേപോലെ മസ്ജിദുൽ ഹറമിൽ അള്ളാഹുവിൻ്റെ പവിത്രമായ പ്രദേശത്ത് ഒരാളിൽ തെറ്റ് ചെയ്യുന്നത് നിഷിദ്ധമായതുപോലെ ആ പറയുന്ന സമയങ്ങൾക്കും സ്ഥലത്തിനും പവിത്രതയുള്ളതുപോലെ ഒരു മുസ്ലിമിൻ്റെ സമ്പത്ത്, അവൻ്റെ ശരീരം, അവൻ്റെ അഭിമാനം അതിൽ നമ്മൾ ഇടപെടാൻ പാടില്ല, അർഹതയില്ലാതെ കൈവെക്കാൻ പാടില്ല. അതൊരു മനുഷ്യൻ ചെയ്താൽ അതവൻ്റെ ഈമാനിനെ ബാധിക്കും, അവൻ്റെ ഇസ്ലാമിനെ ബാധിക്കും, അതവന് വലിയ നാശങ്ങൾക്കും നഷ്ടങ്ങൾക്കും കാരണമാകും. ഇന്നൊക്കെ പല ആളുകളും ഈ പറയുന്ന നാവിനെയൊക്കെ അത് ഉപയോഗിക്കുന്നത് സ്റ്റേജിന്മേലോ വാളെടുത്തോ കയറിയിട്ടോ ആൾക്കൂട്ടങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്നിട്ടോ ദീനിൽ ഒരിക്കലും അതുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് ബാധ്യതയാകുന്ന നിലക്കുള്ള കാര്യങ്ങൾ, മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് അതുകൊണ്ട് പ്രയാസമുണ്ടാക്കുന്ന എത്രയോ വാക്കുകൾ പറയുന്ന, പ്രത്യേകിച്ച് ഈ പറയുന്ന രാഷ്ട്രീയപരമായ കാര്യങ്ങളിലോ അതല്ലെങ്കിൽ മറ്റുള്ള ദീനിൻ്റെ പേരിലാണെങ്കിൽ പോലും ആളുകൾ അവരുടെ നാവ് കൊണ്ട് എന്ത് പറയുന്നു, അതിൻ്റെ പിന്നിൽ വരുന്ന ഭവിഷ്യത്ത് എന്താണ്, മറ്റു മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ദീനിന് അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവം എന്താണ് എന്ന് ചിന്തിക്കാതെ പറഞ്ഞു പോകും. നാവ് എന്ന് പറയുന്ന സാധനം കൊണ്ട് മുറിക്കപ്പെട്ടത് ആയുധങ്ങൾ കൊണ്ട് മുറിച്ചാൽ കൂടുന്നത് പോലെ പോലും കൂടാത്ത സാധനമാണ് എന്ന് ആളുകൾ പറയലുണ്ട് പലപ്പോഴും. ആയുധങ്ങൾ കൊണ്ട്, കത്തികൾ കൊണ്ടോ വാളുകൾ കൊണ്ടോ മുറിക്കപ്പെട്ടതാണെങ്കിൽ അത് പിന്നീട് ആ മുറിവ് കൂടി വരും. നാവ് കൊണ്ട് മുറിക്കപ്പെട്ട പല വിടവുകളും പല ഗ്യാപ്പുകളും അതൊരിക്കലും പിന്നെ തമ്മിൽ കൂട്ടാൻ പറ്റാത്ത നിലക്കുള്ള അപകടത്തിലേക്ക് പോകും. അതാണ് പ്രവാചകൻ ഈ ഹദീസിന്റെ തുടക്കത്തിൽ അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി യദി. മറ്റൊരു കാര്യം നമുക്കിതിൽ മനസ്സിലാക്കാനുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്കുള്ള സുരക്ഷയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ കുഫാറുകളെ കണ്ടതുപോലെ പറയാൻ പറ്റുമോ? ഒരിക്കലും പാടില്ല. സത്യനിഷേധികളായ ആളുകളാണ്, പാപം ചെയ്യുന്ന തെറ്റ് ചെയ്യുന്ന ആളുകളാണ്, അതല്ലെങ്കിൽ ബിദഅത്തിന്റെ ആളുകളാണ്. ദീനിന്റെ ആ പരിധിയിൽ നിന്നുകൊണ്ടല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ അഭിമാനങ്ങളോ അതല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തുന്നേ, അവരെ അവഹേളിക്കുന്നേ, ചീത്ത വിളിക്കുന്ന വാക്കുകളും ഒരു മുസ്ലിമിൽ നിന്നുണ്ടാവാൻ പാടില്ല. പക്ഷേ മറ്റുള്ള മതക്കാരാകുമ്പോൾ ശത്രുതയിലൊക്കെ ആണെങ്കിൽ യുദ്ധങ്ങളോ കാര്യങ്ങളൊക്കെ പലപ്പോഴും സംഭവിക്കുന്നതാണ്. മുസ്ലിമീങ്ങളുടെ നാവ് കൊണ്ട് ചിലപ്പോൾ, അവരുടെ കരങ്ങൾ കൊണ്ട് ചിലപ്പോൾ അവരെ എന്തെങ്കിലും ആക്രമണങ്ങൾ കാര്യങ്ങളുണ്ടാകും. എന്നാൽ ഒരു മുസ്ലിമാണെങ്കിൽ അവനുമായി മറ്റു മുസ്ലിമീങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷയാണ് ഉണ്ടാവേണ്ടത്, പൂർണ്ണമായ സുരക്ഷയാണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ മുസ്ലിമീങ്ങൾക്ക് സുരക്ഷ എന്നുള്ളത് എടുത്ത് പറയാൻ കാരണം.
അവൻ്റെ നാവ് കൊണ്ടും നിന്നും അവൻ്റെ കരത്തിൽ നിന്നും സുരക്ഷയുണ്ടാവണം. വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻഹു. വൽ മുഹാജിർ, ഹിജ്റ എന്ന് പറയുന്ന ഇബാദത്ത്, തൻ്റെ ജീവിക്കുന്ന പ്രസവിക്കപ്പെട്ട ജനിച്ച രാജ്യത്ത് അള്ളാഹുവിൻ്റെ ദീനുമായി പോകാൻ ഒരാൾക്ക് കഴിയാതെ വരുമ്പോൾ ആ നാട്ടിൽ നിന്ന് ഹിജ്റ പോകുക. അഥവാ ശിർക്കും കുഫ്റുമുള്ള ആ നാട്ടിൽ ഇസ്ലാമിൻ്റെ പരസ്യമായ ചിഹ്നങ്ങൾ അത് ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ ഒരാൾക്ക് കഴിയാതെ വരുമ്പോൾ അവിടെ നിന്ന് ഇസ്ലാമിൻ്റെ രാജ്യത്തിലേക്ക് ഹിജ്റ പോകുക അറിയപ്പെട്ടതാണ്, നമുക്കറിയാം. ആദ്യ കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയതുണ്ട്. പ്രവാചകൻ്റെ അനുയായികൾ, അനുചരന്മാർ, സഹാബത്ത് മക്കയിൽ നിന്ന് ഹബശയിലേക്ക്, ആഫ്രിക്കയിലേക്ക് ഹിജ്റ പോയതുണ്ട്. അത് അറിയപ്പെട്ട ഹിജ്റ എന്ന് ഖിയാമത്ത് നാൾ വരെ ഈ പറയുന്ന ഇബാദത്ത് നിലനിൽക്കുന്നതാണ്. നമ്മൾ ജനിച്ച നാട്ടിൽ അള്ളാഹുവിൻ്റെ ദീനുമായി നമുക്ക് സുരക്ഷിതരായി പോകാൻ കഴിയാതെ വരുമ്പോൾ ആ നാട്ടിൽ നിന്ന് അതിന് സുരക്ഷയുള്ള മറ്റ് നാടുകളിലേക്ക് പോകും. ഇസ്ലാമിൻ്റെ നാടുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. അതല്ലെങ്കിൽ ഇതിലേറെ മുസ്ലിമീങ്ങളല്ലാത്ത നാടുകളാണെങ്കിലും മാനുഷികമായ അവകാശങ്ങളും പരിഗണനകളും കൂടുതൽ അവർ പരിഗണിക്കുന്ന നാടുകളുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. അതേപോലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അവർ മുസ്ലിമീങ്ങൾ തന്നെയാണ്. പക്ഷെ അഹ്ലുസുന്നക്ക് അവരുടെ ഈ പറയുന്ന മൻഹജും അഖീദയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത നാടാണെങ്കിൽ അതിന് സൗകര്യമുള്ള അഹ്ലുസുന്നയുടെ നാടുകളുണ്ടെങ്കിൽ, ബിദഅത്തിന്റെ നാട്, ഉദാഹരണം പറയുമ്പോൾ ഇറാൻ എന്ന് പറയുന്ന റാഫിളുകൾക്ക് സ്വാധീനമുള്ള രാജ്യമാണ്. അങ്ങനത്തെ രാജ്യത്ത് അവിടെ അഹ്ലുസുന്നക്ക് സ്വാധീനമില്ലാത്ത, അവർക്ക് പീഡനങ്ങളും മർദ്ദനങ്ങളും ഉപദ്രവങ്ങളും അവിടെയുള്ള ഭരണാധികാരികൾ ആ മനുഷ്യരിൽ നിന്ന് അലൈഹിം മിനല്ലാഹി മാ യസ്തഹിഖൂൻ, ചില അക്രമികളായ ആളുകൾ ഈ ലോകത്തുണ്ടാകുമ്പോൾ അതിലേറെ വലിയ അക്രമികളെ കൊണ്ട് അള്ളാഹു അവരെ പിടികൂടും. അള്ളാഹുവിൻ്റെ സുന്നത്താണ്, അള്ളാഹുവിൻ്റെ രീതിയാണ്. അതുപോലത്തെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ അഹ്ലുസുന്നക്ക് അവരുടെ ജീവിച്ച രാജ്യത്ത് അവരുടെ ആദർശവുമായി മുന്നോട്ട് പോകാൻ കഴിയാതെ വരുമ്പോൾ അഹ്ലുസുന്നയുടെ രാജ്യങ്ങൾ സുരക്ഷിതമായിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഹിജ്റ പോകും. ഇതാണ് ഹിജ്റ. ഈ ഹിജ്റ ഒരാളുടെ സാഹചര്യം അനുസരിച്ച്, അവൻ്റെ കഴിവനുസരിച്ച്, അവൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് അത് നടപ്പാക്കാൻ കഴിയുള്ളത്. പൂർണ്ണമായിട്ടും നിർബന്ധമാണ് എന്ന് പലപ്പോഴും ഉലമാക്കൾ പറയലില്ല. അതിനുള്ള സൗകര്യങ്ങൾ, അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് ലോകത്തത് വളരെ പ്രയാസകരമായ നിലക്കാണ് ഇബാദത്ത് നടപ്പാക്കാൻ കഴിയുന്നത്. ഈ രാജ്യങ്ങളും അതിൻ്റെ ഈ പറയുന്ന രേഖകളും വിഷയങ്ങളൊക്കെ അല്ല. ഇനി ഒരു വ്യക്തിക്ക് അതിന് കഴിയുമെന്നുണ്ടെങ്കിൽ അത് നിർവഹിക്കാവുന്നതാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങൾ, നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ അതിനെ പൂർണ്ണമായി ഒഴിവാക്കുക എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തും ഏത് രാജ്യത്തും ഏത് വ്യക്തികളും അത് നിർബന്ധമായി പാലിക്കണം. യഥാർത്ഥ ഹിജ്റ അതാണത്. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ ഒഴിവാക്കി പോകുക എന്ന് പറയുന്നത് അതാണ് ഇവിടെ പറഞ്ഞത്. വൽ മുഹാജിർ, യഥാർത്ഥ മുഹാജിർ എന്ന് പറയുന്നവൻ വെടിഞ്ഞ് ഒഴിവാക്കി പോകുക എന്ന് പറയുന്ന വ്യക്തി, ഹിജ്റ നടത്തുക എന്ന് പറയുന്ന ആള് മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കി പോകുന്നതാണ്. അത് ഏത് കാലഘട്ടത്തിലും ഏത് സമയത്തും ഏത് നാട്ടിലും ആളുകൾക്ക് നടപ്പാക്കാൻ കഴിയുന്നതുമാണ്. തൻ്റെ വ്യക്തി ജീവിതത്തിൽ അത് നടപ്പാക്കാൻ കഴിയുന്നതാണ്. ആദ്യം പറഞ്ഞ നാടുകൾ മാറുക എന്ന് പറയുന്നത് അതൊരു പക്ഷേ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമൂഹത്തിലും ഒരുപോലെ അത് സാധിച്ചു കൊള്ളണം എന്നില്ല. പിന്നെ രണ്ടാമത് ഇതിൽ അല്ലാമ നാസിർ സാദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വസാദ തിർമിദി വന്നസാഇ, ഹദീസിന്റെ മറ്റ് പണ്ഡിതന്മാർ ഈ ഹദീസിൽ കൂട്ടി പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ അങ്ങനെയല്ല. ശേഷം പറയുന്ന രണ്ടാമത്തതും അതിൻ്റെ ശേഷം പറയുന്ന മൂന്നാമത്തതും മറ്റ് രണ്ട് സഹാബികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു വന്ന ഹദീസുമാണ്. ആദ്യം പറഞ്ഞ ഹദീസിന്റെ ബാക്കി ഭാഗങ്ങളല്ല. രണ്ടാമത് പറയുന്ന ഹദീസ്, ആ പറയുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടുവന്ന ഹദീസാണ്. വൽ മുഅ്മിനു മൻ അമിനഹുൻ നാസു അലാ ദിമാഇഹിം വ അംവാലിഹിം, യഥാർത്ഥ ഒരു മുഅ്മിൻ എന്ന് പറയുന്നത് മറ്റുള്ള ആളുകൾക്ക് അവരുടെ രക്തത്തിൻ്റെ കാര്യത്തിലും അവരുടെ സമ്പത്തിൻ്റെ കാര്യത്തിലും സുരക്ഷ ലഭിച്ച ആളാണ്. യഥാർത്ഥ മുഅ്മിൻ മറ്റുള്ള ആളുകൾക്ക് ഇവനെ കൊണ്ട് അവരുടെ രക്തങ്ങൾക്കോ ശരീരങ്ങൾക്കോ അതല്ലെങ്കിൽ അവരുടെ സമ്പത്തിനോ യാതൊരു പ്രയാസം അനുഭവപ്പെടാതെ സുരക്ഷ ലഭിച്ച ആളാണ് യഥാർത്ഥ മുഅ്മിൻ. ഒരാൾ അള്ളാഹുവിലും പരലോകത്തും വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിച്ച ഒരു മുഅ്മിനാണ് എന്നുണ്ടെങ്കിൽ അവൻ്റെ ഉന്നതമായൊരു സ്വഭാവമാണ് അവൻ പുലർത്തേണ്ടതാണ്, മറ്റുള്ള ആളുകൾക്ക് അവനിൽ നിന്ന് സുരക്ഷ ലഭിക്കുക എന്ന് പറയും. ആദ്യം ആ പറയുന്നത് പോലത്തെ വിഷയം തന്നെയാണ്. അത് മറ്റ് ചില വാക്കുകളിൽ കൂടെ പ്രവാചകൻ അത് വിഭിന്നമായ വാക്കുകളിൽ കൂടെ അവതരിപ്പിച്ചു എന്നുള്ളത്.
മറ്റുള്ള ആളുകൾക്ക് അവരുടെ സമ്പത്തിനോ അവരുടെ രക്തങ്ങൾക്കോ അവർക്ക് ഇവനെ കൊണ്ട് യാതൊരു പ്രയാസവും ഉണ്ടാകും. അവൻ വരുന്നുണ്ട്, പ്രയാസം ഉണ്ടാവട്ടോ, അവനതിൽ പോണുണ്ട്, കട പൂട്ടിക്കളിട്ടോ, അവനെങ്കിൽ കടയിൽ കയറിയിട്ടുണ്ട്, ശ്രദ്ധിച്ചോളിട്ടോ. ഇല്ല, ആളുകൾക്ക് ഇവനെ കൊണ്ട് യാതൊരു പേടിയില്ല. അവന് വെറുതെ എടുക്കൂല, അവൻ അവർക്കൊരു ചതിവഞ്ചന ഉണ്ടാക്കൂല, അവനെ കൊണ്ട് അവർക്ക് ഭീഷണിയില്ല. അങ്ങനത്തെ ആളായിരിക്കണം യഥാർത്ഥ ഒരു മുഅ്മിൻ എന്ന രണ്ടാമത്തെ ഹദീസിൽ. മൂന്നാമത്തത് ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹി, ഇബ്നു മാജഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഈ ഹദീസ് അദ്ദേഹം ഫളാലത്ത് ഇബ്നു ഉബൈദ് എന്ന് പറയുന്ന സഹാബി റിപ്പോർട്ട് ചെയ്തത്. അതിൽ പറയുന്നത് വൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ ത്വാഅത്തില്ലാഹ്. യഥാർത്ഥ മുജാഹിദ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട മുജാഹിദല്ല, പോരാളി എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യഥാർത്ഥ ഒരു മുജാഹിദ്, യുദ്ധം ചെയ്യുന്ന ആൾ എന്ന് പറയുന്നവൻ മൻ ജാഹദ നഫ്സഹു ഫീ ത്വാഅത്തില്ലാഹ്, അള്ളാഹുവിന് വഴിപ്പെടുന്ന കാര്യത്തിൽ സ്വന്തം ശരീരത്തിനോട് പോരാടിയവനാണ് എന്ന്. ശത്രുക്കളോട് പോരാടുക എന്ന് പറയുന്നത് ജിഹാദിൻ്റെ ഏറ്റവും ഉന്നതമായ, പ്രയാസകരമായ, ഏറ്റവും പ്രതിഫലാർഹമായ ഒരു ഇബാദത്താണ്, യാതൊരു സംശയമില്ല. പക്ഷെ അതിന് പോലും ശത്രുക്കളുടെ മുന്നിൽ ചെന്ന് രണാഗണത്തിൽ യുദ്ധമുഖത്ത് ചെന്ന് കാലുറപ്പോടുകൂടെ മനസ്സുറപ്പോടുകൂടെ ഒരു വ്യക്തിക്ക് അവിടെ നിന്ന് പോരാടാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അവൻ അതിൻ്റെ മുമ്പ് അവൻ്റെ സ്വന്തം ശരീരത്തോട് പോരാടി വിജയിച്ചവനാവണം. സ്വന്തം ശരീരത്തോട് പോരാടിയിട്ട് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് അതിനെ നിയന്ത്രിച്ച് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ അത് ചെയ്യാൻ അതിനെ പ്രേരിപ്പിച്ചു പോയ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ശത്രുക്കളുമായുള്ള യുദ്ധമുഖത്ത് പിടിച്ചു നിൽക്കാനും ആ യുദ്ധത്തിൽ അവരുമായി ഏറ്റുമുട്ടാനും കഴിയുകയുള്ളൂ. നേരെ മറിച്ച് സ്വന്തം ശരീരത്തിനെ അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായിക്കൊണ്ട് ഒരാൾ അതിനോട് സമരം ചെയ്ത് അതിനെ നിയന്ത്രിച്ച് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താത്തൊരു വ്യക്തിയാണെങ്കിൽ ശത്രുക്കളുടെ മുന്നിൽ ചെല്ലുന്ന സമയത്ത് അവന് പതർച്ച പിടിപെടും, അവൻ്റെ മനസ്സുറപ്പ് നഷ്ടപ്പെടും, അവന് പേടി കൊടുക്കും, അവന് ക്ഷമിച്ചവിടെ മുന്നേറാൻ കഴിയൂല. അപ്പം അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളുമായുള്ള യുദ്ധത്തിനെ കുറിച്ചോ അതല്ലെങ്കിൽ ആവേശകരമായ കാര്യങ്ങളെക്കുറിച്ചോ അങ്ങനെ ചർച്ച ചെയ്തിട്ട് മനുഷ്യരെ അപകടത്തിലേക്ക് ചാടിക്കുന്നതിൻ്റെ മുമ്പ് നാം സ്വന്തം നമ്മുടെ ശരീരത്തെ നാം അതിനെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കണം. അതിനോട് പോരാടി തെറ്റായ കാര്യങ്ങളും പ്രേരണകളും ചിന്തകളും തോന്നലുകളും പ്രവൃത്തികളും അതിൽ നിന്ന് വരുന്നതിനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിച്ച് ശ്രദ്ധിച്ചു പോയാലേ അവന് യഥാർത്ഥത്തിൽ ശത്രുക്കളുമായുള്ള യുദ്ധത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ, അവൻ്റെ ജീവിതത്തിൽ നല്ല ഒരു വ്യക്തിയായി മുന്നേറാനും കഴിയുള്ളൂ എന്നാണ് ആ പറഞ്ഞ ഹദീസിൻ്റെ ഭാഗത്തിൽ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചുരുക്കത്തിൽ ഈ പറയുന്ന 3 ഹദീസുകളിൽ കൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കുറഞ്ഞ വാക്കുകളിൽ കൂടെ ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ, മുജാഹിദ്, മുഹാജിർ എന്ന് പറയുന്ന ഈ മഹത്തായ പേര്, ആ പേരുകളെ എങ്ങനെയാണ് ആളുകൾ ഉപയോഗപ്പെടുത്തേണ്ടത്, അതിന് ശരിയായ നിലക്ക് ആളുകൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. വഫീഹി യുർഷിദുന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പറയുന്ന ഹദീസുകളിൽ കൂടെ അധ്യാപനങ്ങളിൽ കൂടെ പ്രവാചകൻ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നത് ഇല തഹല്ലി ബിൽ ആദാബി വൽ അഖ്ലാഖിൽ ഇസ്ലാമിയ, ഇസ്ലാമിൻ്റെ ഉത്തമമായ ഉന്നതമായ അദബുകൾ, മര്യാദകൾ, അതിൻ്റെ ഉന്നതമായ സ്വഭാവങ്ങൾ അത് സ്വീകരിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. ഈ നിലക്ക് ആളുകൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതുപോലെ ഈ ആദാബുകളും ഈ മര്യാദകളും ഈ സ്വഭാവങ്ങളും ആളുകൾ ഉയർത്തിപ്പിടിച്ചാൽ തസീദുൽ ഉൽഫത വൽ മവദ്ദത ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള ഇണക്കും അവരുടെ ഇടയിലുള്ള സ്നേഹം അത് കൂടിക്കൊണ്ടേയിരിക്കും. നേരെ മറിച്ച് മുസ്ലിമീങ്ങൾ അവരുടെ വാക്ക് നിയന്ത്രിക്കുന്നില്ല, നാവിനെ നിയന്ത്രിക്കുന്നില്ല, അവരുടെ പ്രവർത്തനങ്ങൾ അവർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർ തമ്മിൽ ശത്രുതയും വെറുപ്പുകളും അകൽച്ചകളും അത് സംഭവിക്കും. അത് സംഭവിക്കോ എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അതിന് വളരെ വ്യക്തമായ തെളിവുകളാണ്. ഇന്ന് ആളുകൾ തമ്മിൽ ഓരോ 4 ആൾ കൂടിയെടുത്ത്, 3 ആൾ കൂടിയെടുത്ത്, 2 ആൾ കൂടിയെടുത്ത് ഈ ഒരു ഒത്തരമില്ലാതിരിക്കാൻ നല്ല ഒരു കാരണം ആളുകളുടെ ഈ നാവും അവരുടെ പ്രവർത്തനങ്ങളുമാണ്. അവർ അള്ളാഹുവിൻ്റെ റസൂൽ മുസ്ലിം സ്വീകരിക്കേണ്ട അദബ്, മുഅ്മിൻ പാലിക്കേണ്ടുന്ന മര്യാദ, സ്വഭാവങ്ങൾ അത് ഒരാൾ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും തയ്യാറായാൽ, അതേപോലെ തൻ്റെ ശരീരത്തിനെ
തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാതെ അള്ളാഹുവിൻ്റെ ത്വാഅത്തിലും അള്ളാഹും അവൻ്റെ റസൂലും നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുന്നതിൽ അതിനോട് സമരം ചെയ്തുകൊണ്ട് നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ മുസ്ലിമീങ്ങളുടെ ഇടയിൽ സ്നേഹവും ബന്ധവും സാഹോദര്യവും അത് അരക്കെട്ടുറപ്പിക്കാനും അത് കൂടി വരാനും മുസ്ലിമീങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ അവരുടേതായ ആ ഒരു ഒത്തൊരുമയും ആ ഒരു ശക്തിയും ആദർശത്തിൻ്റെ ആ ഒരു സാഹോദര്യവും ആ സ്നേഹബന്ധവും അത് കൂടിക്കൊണ്ടേയിരിക്കും. അന്നൽ മുസ്ലിം അൽ കാമിൽ അൽ ജാമി അലി ഖിസാലിൽ ഇസ്ലാം, പരിപൂർണമായ ഇസ്ലാം അത് ഉയർത്തിപ്പിടിച്ച ഒരു മുസ്ലിം, ദീനുൽ ഇസ്ലാമിൻ്റെ സ്വഭാവങ്ങളും ഗുണങ്ങളും ഉൾക്കൊണ്ട ഒരു മുസ്ലിം, ഹുവ മല്ലം യുഅ്ദി മുസ്ലിമൻ ലാ ബിഖൗലിൻ വലാ ബിഫിഅൽ, അവൻ്റെ വാക്ക് കൊണ്ടോ അവൻ്റെ പ്രവൃത്തി കൊണ്ടോ മറ്റൊരു മുസ്ലിമിനെ ഉപദ്രവിക്കേ ചെയ്യാത്ത ആളാണ്. ഇവിടെ പ്രവാചകൻ നാവിനെയും കയ്യിനെയും എടുത്തു പറയാൻ കാരണം ലികസറത്തി അഖ്താഇഹിമ വ അദ്റാരിഹിമ, ആ നാവ് കൊണ്ടും കൈ കൊണ്ടുമാണ് ധാരാളം കൂടുതൽ പിഴവുകൾ ആളുകൾക്ക് വന്നു പോകുക. ഫഇന്ന മുഅളമ ശുറൂരി തസ്ദുറു അൻഹുമ, ബഹുഭൂരിഭാഗം ചീത്തയായ പ്രവർത്തനങ്ങൾ നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കൈ കൊണ്ടോ നാവ് കൊണ്ടോ ആണ് കൂടുതലുണ്ടാകുക മറ്റുള്ള അവയവങ്ങൾക്കുള്ള അപേക്ഷിച്ച്. ഫല്ലിസാനു യക്ദിബ്, മനുഷ്യൻ്റെ നാവ് അത് കളവ് പറയും. വയഗ്താബ്, മറ്റുള്ള ആളുകളിൽ ഉള്ള കുറ്റങ്ങളും കുറവുകളും പറയും. മറ്റുള്ള ആളുകളിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് അവൻ്റെ അഭാവത്തിൽ പറയുന്നു എന്നുണ്ടെങ്കിൽ അതിന് ഗീബത്ത് എന്നല്ല പ്രവാചകൻ പറഞ്ഞു, അതിന് അപവാദം എന്നാ പറഞ്ഞു. അപവാദം വേറെ ആളില്ല, പാവം നിരപരാധിയാണ്, പക്ഷെ അവൻ കേൾക്കാതെ അവനെക്കുറിച്ച് ഇന്നതൊക്കെ ഇങ്ങനെ ഇവിടുന്ന് കുറ്റം ഒരാൾ പറയാണ് അവൻ്റെ അഭാവത്തിൽ പറയുകയാണെങ്കിൽ അതിന് അപവാദം പറയാന്നുള്ളത്, അപവാദം പറയാം. നേരെ മറിച്ച് വേറൊരാളിലുള്ളത് തന്നെയാണ്, തെറ്റന്നെയാണ്, വീഴ്ച തന്നെയാണ്, അവൻ്റെ അഭാവത്തിൽ പറയുകയാണെങ്കിൽ അതിനാണ് ഗീബത്ത് എന്ന് പറയും, അതിനാണ് ഗീബത്ത് എന്ന് പറയും. നാവ് കൊണ്ടതുണ്ടാവുന്നതാണ്. വയസുബ്, ആളുകളെ ചീത്ത വിളിക്കും എന്ന് കരുതി നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കരുതേന്നോ തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ അത് വിരോധിക്കരുത് എന്ന് ഉൾട്ടായിട്ട് നമ്മളിതിൽ മനസ്സിലാക്കുകയും ചെയ്യരുത്. നല്ല കാര്യങ്ങൾ നല്ല നിലക്ക് ആളുകൾ ഉപദേശിക്കാൻ, തെറ്റായ കാര്യങ്ങൾ നല്ല നിലക്ക് അത് തെറ്റാണ് എന്നവർ ഉണർത്താൻ അള്ളാഹു അവൻ്റെ റസൂലും നമ്മോട് പ്രേരിപ്പിച്ചതാണ്, കൽപ്പിച്ചതാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, ആളുകളെ നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുന്ന, തെറ്റായ കാര്യങ്ങളിൽ ആളുകളെ വിരോധിക്കുന്ന ആളുകളാണ് നിങ്ങൾ. ആ പണി നിങ്ങളിലുണ്ടാകുന്നത് കൊണ്ടാണ് നിങ്ങൾ മറ്റു സമുദായങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായതെന്നുള്ളത്. അത് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. നല്ല കാര്യങ്ങൾ കൊണ്ട് നാം ആളുകളോട് കൽപ്പിക്കാൻ തയ്യാറാവണം. ശരിക്കും അതിൻ്റെ തെളിവും അതിൻ്റെ രേഖകളും അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കാൻ, അതിന് പാലിക്കേണ്ടുന്ന ആദാബുകൾ പാലിച്ചുകൊണ്ട് നല്ല നിലക്ക് കൽപ്പിക്കാൻ തയ്യാറാവണം. അതേപോലെ തെറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് തെറ്റാണ് എന്നും അതും തന്നെ അവരോട് നല്ല നിലക്ക് ഉണർത്താനും നമ്മൾ തയ്യാറാവണം. അപ്പോഴേ നമ്മൾ നല്ലവരാകുള്ളൂ. അള്ളാഹു നിങ്ങൾ ഉത്തമ സമുദായമാണ് എന്ന് പറഞ്ഞിട്ട് ആ ഉത്തമരാവാനുള്ള കാരണം ഇത് ചെയ്തതാണ് എന്ന് പറയുന്നു. അപ്പോൾ അത് ഈ പറയുന്ന ഇവൻ എവിടെ വന്നാലും ഈ പറയുന്ന മൊബൈലിനെ വിമർശിക്കുകയാണ്, ഇവൻ എവിടെ വന്നു എന്നുണ്ടെങ്കിൽ ബൽക്ക് ഇതേ പറയാനുള്ളൂ, നമ്മൾ നോമ്പെടുക്കാൻ വന്നാലും ബൽക്ക്, അങ്ങനെയല്ല. അത് ആളുകൾ ഉപദ്രവിക്കലല്ല താരം, അത് അവർക്ക് നന്മ ചെയ്യലാണ്, അത് നസീഹത്തിൽപ്പെട്ടതുമാണ്. കഴിഞ്ഞ സദസ്സുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദീനുൻ നസീഹ എന്ന് പറഞ്ഞ അതിൽപ്പെട്ടതാണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള നിലക്ക് ആളുകൾക്ക് ഉപദ്രവവും കാര്യങ്ങളും ഇല്ലാതെ നിൽക്കും. തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യരുതേ എന്ന് പറയുന്നതോ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഉപദേശിക്കുന്നതോ നസീഹത്ത് നൽകുന്നതോ അതൊന്നും ഈ പറയുന്നതിൽ പെട്ടതുമല്ല. ആളുകൾ അത് കരുതി അതൊക്കെ ഒഴിവാക്കണമെന്നല്ല ഇതിൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ ഫല്ലിസാനു യക്ദിബു വയഗ്താബു വയസുബ്, ആളുകളെ ചീത്ത വിളിക്കും. വയഷ്ഹദു ബിസ്സൂർ, കള്ളസാക്ഷ്യം വഹിക്കും. അള്ളാഹു ആണ് സത്യം, അള്ളാഹു തന്നെയാണ് സത്യം എന്ന് പറയും. കളവായിരിക്കും അവൻ്റെ അടുത്ത് ഉണ്ടാവുക. പക്ഷേ ഇങ്ങനെ ഇതൊക്കെ നാവ് കൊണ്ടുവരുന്ന കാര്യങ്ങൾ. വൽയദു തദ്രിബു വതഖ്തുലു വതസ്രിഖു ഇലാ ഗൈരി ദാലിക്, മനുഷ്യൻ്റെ കൈ കൊണ്ട് ആളുകൾ അടിക്കൽ വരും, കൊല്ലൽ വരും, അതേപോലെ തന്നെ കളവ് നടത്തൽ വരും, ആളുകളെ ഇൻസൾട്ട് ചെയ്യൽ വരും. പല കാര്യങ്ങളും അതുകൊണ്ട് സംഭവിക്കുന്നതാണ്. നാവിനെ മുന്നിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ പറഞ്ഞത് മിൻ ലിസാനിഹി വയദിഹി, ആദ്യം നാവിനെ പറയാൻ കാരണം ലി അന്നൽ ഈദാ അബിഹി അക്തറു വ അസ്ഹൽ, ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കൽ നാവ് കൊണ്ടാണ്ടാകുക. കൈകൊള്ള അപേക്ഷിച്ച് ഏറ്റവും എളുപ്പം ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്നതും ആ നാവ് കൊണ്ടാണ്. അശദ്ദുനിക്കായ, ജീവിച്ചിരിക്കുന്നവരെ ഉപദ്രവിക്കലുണ്ടാകും, മരിച്ചുപോയ ആളുകളെ ഉപദ്രവിക്കലുണ്ടാകും, ഇങ്ങനെ പല വിഷയത്തിലുണ്ടാകും.
അപ്പോൾ ഒരാൾ അവൻ്റെ ഈമാനിനെ, അവൻ്റെ ഇസ്ലാമിനെ അതിനെ ബാധിക്കും എന്നുള്ള ഭയത്താൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതെ സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തുക എന്ന് പറയുന്നത് അനിവാര്യമായ അത്യാവശ്യമായ കാര്യമാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. തൗഹീദ് പക്ഷേ ഉണ്ടാകും, സുന്നത്തൊരു പക്ഷേ ചെയ്യുന്നുണ്ടാകും, പക്ഷേ നാവ് കൊണ്ട് മറ്റുള്ള ആളുകളെ പ്രയാസപ്പെടുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞു, അവൾ രാത്രി സമയത്ത് ധാരാളം ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്ന ആളാണ്. അവൾ പകൽ സമയത്ത് സുന്നത്തായ നോമ്പ് ധാരാളം വർദ്ധിപ്പിക്കുന്ന ആളാണ്. ശ്രേഷ്ഠതയുടെ കാര്യം. പക്ഷേ ആ പെണ്ണിനെ വിമർശിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, അവിടെ നാവ് കൊണ്ട് അയൽവാസികളെ ഉപദ്രവിക്കുന്ന ആളാണത്. അവിടെ നാവ് കൊണ്ട് മറ്റുള്ള അവിടെ അയൽവാസികളെ ഉപദ്രവിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് വിമർശിച്ചു. അപ്പം അങ്ങനെ രണ്ടാമത്തെ ഹദീസിൽ പറഞ്ഞത് അൽ മുഹാജിറു മൻ ഹജറ മാ നഹൽ, രണ്ടാമത്തെ ഭാഗം. യഥാർത്ഥ ഹിജറ പോയ ആള്, ഹിജറയുടെ കാര്യം അത് പൂർണ്ണമായി പരിപൂർണമായ നിലക്കത് നിർവഹിച്ച ആള് മൻ ഹജറ മാ നഹല്ലാഹു അൻഹു, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അതിൽ നിന്ന് തൻ്റെ ശരീരത്തിനെ മാറ്റി നിർത്തിയ ആളാണ്. ഹറാമായ കാര്യങ്ങൾ എവിടെയുണ്ടോ അവിടേക്ക് പോകാതെ അവിടെ നിന്ന് മാറി സഞ്ചരിച്ച ആളാണ് യഥാർത്ഥ മുഹാജിർ. അള്ളാഹുവിൻ്റെ പ്രശംസയുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രശംസിച്ച യഥാർത്ഥ മുഹാജിർ അല്ലദീ ജമഅ ഇലാ ഹിജ്റാനി വ, യഥാർത്ഥ മുഹാജിർ നമ്മൾ പറഞ്ഞു ഹിജ്റയുടെ ഏറ്റവും ഉന്നതമായ പദവി, പ്രയാസമുള്ളത്, കഷ്ടപ്പാടുള്ളത് ഇസ്ലാമിൻ്റെയോ കുഫറിൻ്റെയോ ബിദ്അത്തിൻ്റെയോ നാട്ടിൽ നിന്ന് ഇസ്ലാമുള്ള അഹ്ലുസുന്നയുള്ള നാട്ടിലേക്ക് പോകുന്നതാണ്. എന്നാൽ അത് എല്ലാവർക്കും എല്ലാ സമയത്തും സാധിച്ചു കൊള്ളണമെന്നില്ല. ഈ പറയുന്ന ഹിജ്റ ഓരോ ആളുകൾക്കും അത് ഏത് സമയത്തും അത് നിർവഹിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് തെറ്റായ കാര്യങ്ങളിന് പൂർണ്ണമായി മാറി നിൽക്കുക എന്ന് പറയുന്നതാണ് ഹിജ്റയുടെ പൂർണ്ണമായ അവസ്ഥ. അതാണ്. ഒരാൾ ഷിർക്കിൻ്റെ നാട്ടിലായിരുന്നു, അങ്ങനെ പിന്നെ അവൻ തൗഹീദിൻ്റെ ഇസ്ലാമിൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ തെറ്റായ കാര്യങ്ങളൊന്നും അവൻ ഒഴിവാക്കണില്ല. എന്തേ ഹിജ്റ പോയിട്ട് എന്താ കാര്യം? ഒരാൾ ബിദ്അത്തിൻ്റെ നാട്ടിൽ ജീവിക്കുകയാണ്, അവൻ അഹ്ലുസുന്നയുടെ നാട്ടിലേക്ക് പോയി, ഇവിടുന്ന് പഠിച്ച ബിദ്അത്ത് അവിടെ ചെന്നിട്ട് വീണ്ടും അവൻ ചെയ്യുന്നുണ്ട്. എന്തേ അവൻ പോയതുകൊണ്ട് പ്രത്യേകിച്ച് എന്താ കാര്യമുള്ളത്? നേരെ മറിച്ച് അവൻ ജീവിക്കുന്ന സാഹചര്യം, സമൂഹം അവൻ അനുകൂലമല്ലെങ്കിൽ കൂടി അള്ളാഹുവിൻ്റെ ദീനിന് വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്ന് സൂക്ഷ്മതയും ശ്രദ്ധയും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഏറ്റവും വലിയ ഹിജ്റയുടെ ഉന്നതമായ അതിൻ്റെ പദവിയിലാണ്, അതിൻ്റെ സ്ഥാനം കരസ്ഥമാക്കിയ ആളാണ്. ഏത് നാട്ടിലാണെങ്കിലും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് ജീവിക്കുക. അതിന് പ്രയാസത്തോടുകൂടെ അവൻ്റെ നാടും അവൻ്റെ കൂടെയുള്ള ആളുകളും സമൂഹവും സാഹചര്യവും അവന് പ്രതികൂലമായിട്ട് കൂടി അവൻ അതിൽ നിയന്ത്രണത്തോടെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ പോവുകയാണെങ്കിൽ യഥാർത്ഥ മുഹാജിർ അവനാണ് എന്ന്, യഥാർത്ഥ മുഹാജിർ അവനാണ് എന്നാണ് പ്രവാചകൻ ഇതിൽ കൂടെ പറഞ്ഞത്. അതേപോലെ തന്നെ യഥാർത്ഥ മുഅ്മിൻ, ഒരാൾ അവൻ്റെ ഈമാനിൻ്റെ പദവിക്കനുസരിച്ച് മറ്റുള്ള മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അവരുടെ രക്തത്തിനും അവരുടെ സമ്പത്തിനും നിർഭയത്വമുണ്ടാകും എന്നുള്ളത്. യഥാർത്ഥ മുഅ്മിൻ അങ്ങനെയായിരിക്കും. അതിനനുസരിച്ചുള്ള ജീവിതമായിരിക്കും അവൻ്റെ ഭാഗത്തിൽ നിന്ന്, അവൻ്റെ സ്വഭാവത്തിൽ നിന്ന്, അവനിൽ നിന്നുണ്ടാവുക എന്ന്. പിന്നെ വൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ ത്വാഅത്തില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിഷിദ്ധമാക്കിയ, ഹറാമാക്കിയ തെറ്റായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും വിധികളുമുണ്ട്. ചിലത് നമുക്കിഷ്ടപ്പെടാത്ത പ്രയാസകരമായ അള്ളാഹുവിൻ്റെ ചില വിധികളുണ്ടാകും. മുസീബത്തുകളും രോഗങ്ങളും വിപത്തുകളും ഒക്കെ ഉണ്ടാകും. അപ്പം അതിലൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആ ഒരവസ്ഥ എന്താണോ, അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറയുന്ന മാനസികാവസ്ഥ എന്താണോ അതിൽ കൃത്യമായി പോകാൻ ഒരാൾ തയ്യാറാകും. നല്ല ക്ഷമ ആവശ്യമുണ്ടാകും. ശത്രുക്കളുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ക്ഷമ ആവശ്യമാണ്, ഒരാൾക്ക് ഒരുപാട് ത്യാഗം ആവശ്യമാണ്. എന്നതുപോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ ഇബാദത്തുകൾ, അതുമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ റമദാൻ മാസത്തിൻ്റെ പകൽ സമയത്ത് നോമ്പനുഷ്ഠിക്കണം. പ്രയാസമുണ്ടല്ലോ മനുഷ്യ ശരീരത്തിനത്. ഫജ്ർ നിസ്കാരത്തിന് ഉറക്കിൽ നിന്ന് ഉണർന്ന് പള്ളിയിലേക്ക് ജമാഅത്തിന് വൻ പ്രയാസമുണ്ടല്ലോ ആളുകൾക്കതിൽ. അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്ന ഓരോ ആദാബുകളും ദീനുൽ ഇസ്ലാമുള്ള ഓരോ കാര്യങ്ങളും അത് നിർവഹിച്ചു കൊണ്ടൊരാൾക്ക് പോകാൻ അതിന് പ്രയാസങ്ങളുണ്ട് പലതും. മനുഷ്യരായ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എപ്പോഴും അത് വിശ്രമത്തിലേക്കും അത് അലസതയിലേക്കും അത് പല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സുഅ,
ഇന്ന നഫ്സല അമ്മാറത്തും ബിസു, തെറ്റായ കാര്യങ്ങളിലേക്ക് കൂടുതൽ പ്രേരിപ്പിക്കുന്നതായിരിക്കും മനുഷ്യ സമൂഹത്തിൻ്റെ, മനുഷ്യരുടെ ശരീരത്തിൻ്റെ സ്ഥിതി അതാണ്. അപ്പോൾ ആ ശരീരത്തിന് അള്ളാഹും അവൻ്റെ റസൂലും കൽപ്പിച്ച സൽക്കർമ്മങ്ങളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് ആ ത്വാഅത്തിലായിട്ട് മുന്നോട്ട് പോകും. അതേപോലെ ഹറാമായ കാര്യങ്ങളാണെങ്കിൽ പലപ്പോഴും മനസ്സ് തെറ്റായതിലേക്ക് അത് ചിന്ത പോകാൻ സാധ്യതയുണ്ട് പലപ്പോഴും. അപ്പോൾ ആ ശരീരത്തിനെയും മനസ്സിനെയും നാം നിയന്ത്രിക്കാൻ തയ്യാറാവണം. അതിലേക്ക് പോകാതെ, കാണാതെ, കേൾക്കാതെ, ചെയ്യാതെ നിൽക്കാൻ നാം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിന് ക്ഷമ ആവശ്യമാണ്, അതിന് ത്യാഗം ആവശ്യമാണ്. അതേപോലെ അള്ളാഹു നമുക്ക് കണക്കാക്കിയ പ്രയാസകരമായ വിധികളുണ്ടാകും. അസുഖങ്ങളായിട്ടും ദാരിദ്ര്യമായിട്ടും കഷ്ടപ്പാടുകളായിട്ടും അതിലൊക്കെ ക്ഷമിച്ചുകൊണ്ട് ശരീരത്തിനെ കൺട്രോൾ ചെയ്ത് നിയന്ത്രിച്ച് അള്ളാഹുവിൻ്റെ ത്വാഅത്തിൽ അടിയുറച്ചു പോകാൻ തയ്യാറാകുമ്പോൾ യഥാർത്ഥ പരിശ്രമവും യഥാർത്ഥ സമരവും യഥാർത്ഥ യുദ്ധവും നടക്കുന്നത് അവനും അവൻ്റെ ശരീരവുമായി, അവനും അവൻ്റെ കൂടെയുള്ള പിശാചുമായിട്ടാണ്. അത് സദാസമയവും ഒരു മനുഷ്യനിൽ ഉണ്ടാവണം എന്നതിലേക്കാണ് പ്രവാചകൻ ആ പറയുന്ന ഭാഗത്ത് വൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു ഫീ ത്വാഅത്തില്ലാ എന്ന് പറഞ്ഞ ആ ഭാഗത്തിൽ കൂടെ പ്രേരിപ്പിച്ചത്. ചുരുക്കത്തിൽ നമ്മൾ നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അവയവങ്ങൾ, അതിൽ പ്രത്യേകമായിട്ട് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള നാവ്, കൈ, മറ്റുള്ള അവയവങ്ങളൊക്കെ നാം അതിനെ ശ്രദ്ധിക്കാൻ തയ്യാറാവണം, അതിനെ നിയന്ത്രിക്കാൻ നാം തയ്യാറാവണം. അതേപോലെ മറ്റുള്ള മുസ്ലിമീങ്ങൾക്കുള്ള ഹക്കുകൾ, അവരുടെ അവകാശങ്ങൾ, അവരോട് നമുക്കുള്ള ബാധ്യതകൾ അത് വളരെ മഹത്തായതും ഉന്നതമായതുമാണ്. അത് ശ്രദ്ധിക്കാൻ തയ്യാറാവണം. ഈ പറയുന്ന തെറ്റുകളും പാപങ്ങളും ഒരാളത്ത് വരുന്നതിനനുസരിച്ച് അവൻ്റെ ഈമാനിൽ, അവൻ്റെ ഇസ്ലാമിൽ കുറവ് വന്നുകൊണ്ടേയിരിക്കും ചെയ്യും. അവൻ്റെ നാവ് കൊണ്ട് മറ്റുള്ള ആളുകളെ ഗീബത്ത് പറഞ്ഞ് പരിഹസിച്ച് ചീത്ത വിളിച്ച് ആക്ഷേപിച്ച് വിമർശിച്ച് മറ്റുള്ള ആളുകൾക്കുള്ള അഭിമാനത്തിൽ അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ദുരുപയോഗം ചെയ്യുന്നതിനനുസരിച്ച് ഈ വ്യക്തിയുടെ ഈമാനിൽ, അവൻ്റെ ഇസ്ലാമിൽ അതിൽ കുറവ് വന്നുകൊണ്ടേയിരിക്കും. മറ്റുള്ള കുഫാറുകളാണെങ്കിൽ പോലും അവരുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾ എന്നെടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റുള്ള ആളുകളാണെങ്കിലും അനീതിയോടുകൂടെയോ അക്രമത്തോടുകൂടെയോ നാം അവരെ ഒരു നിലക്കും ഉപദ്രവിക്കാനോ പ്രയാസപ്പെടുത്താനോ പാടില്ല എന്നുള്ളതാണ് സത്യം, പാടില്ല. പിന്നെ ഏഴാമത്തെ ഒരു ഹദീസായിക്കൊണ്ട് ഷെയ്ഖ് റഹിമഹുല്ല ഇതിൽ പറയുന്നത്, അൻ അബ്ദുല്ലാഹി ബിനി അംരിൻ റളിയല്ലാഹു അൻഹുമ, മുമ്പ് പറഞ്ഞ ആ സഹാബിയിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസൻ. 4 കാര്യങ്ങൾ, 4 സ്വഭാവങ്ങൾ, തെറ്റായ മോശപ്പെട്ട 4 സ്വഭാവങ്ങൾ ഒരു വ്യക്തിയിൽ അതുണ്ടായാൽ അവൻ കറകളഞ്ഞ മുനാഫിക്കായിത്തീരും. ഖാലിസായ ക്ലിയർ പ്യൂർ മുനാഫിഖ് അവനായിത്തീരും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നേരെ മറിച്ച് വമൻ കാനത് ഫീഹി ഖസ്ലത്തും മിൻഹുൻ, ശേഷം പറയുന്ന ഈ ദുഷിച്ച സ്വഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്നൊരാളിലുണ്ടായാൽ കാനത് ഫീഹി ഖസ്ലത്തും മിനൻ നിഫാഖി, കാപട്യത്തിൽപ്പെട്ട ഒരു ഭാഗം അവനിലുണ്ട് എന്നുള്ളത്. പൂർണ്ണമായിട്ടല്ല, പക്ഷേ അവനിൽ കാപട്യമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഹത്താ യദഅഹ, ആ ദുഷിച്ച സ്വഭാവം ഒഴിവാക്കുന്നത് വരെ. അപ്പോൾ ശേഷം പറയുന്ന ഈ ദുഷിച്ച 4 കാര്യങ്ങൾ കാപട്യത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഒരു മനുഷ്യന് അത് ഒരിക്കലും വെച്ച് പുലർത്താൻ പാടില്ലാത്തതാണ്. ആരുടെയെങ്കിലും അടുത്ത് ഈ പറയുന്ന സ്വഭാവങ്ങൾപ്പെട്ട ഏതെങ്കിലും ഒന്നുണ്ടായാൽ അതവൻ്റെ കാപട്യത്തിൻ്റെ മേൽ അറിയിക്കുന്ന കാര്യങ്ങളാണ്. കാപട്യം എന്ന് പറയുന്നത്, ആ സ്വഭാവം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഫാഖിനെ വിമർശിച്ചുകൊണ്ടും നിഫാഖുള്ള ആളുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു സൂറത്ത് തന്നെ, സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറഞ്ഞൊരു സൂറത്ത് തന്നെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കാപട്യമുള്ള ആളുകളെ പല നിലക്കും അല്ലാഹു അതിൽ വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ 4 കാര്യങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് അമലിയായ നിഫാഖ് എന്ന, അഥവാ നമ്മൾ പലപ്പോഴും കേട്ടതാണ് ഷിർക്കാണെങ്കിൽ ഷിർക്കുൻ അക്ബറും ഷിർക്കുൻ അസ്ഗറുമുണ്ട്. ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് ഈ വ്യക്തിയെ പുറത്താക്കുന്ന വലിയ ഷിർക്ക് എന്ന് പറയുന്നതുണ്ട്. അവൻ ചെയ്യുന്നത് വലിയ പാപമാണ്, പക്ഷേ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്ന് പറയാൻ പറ്റൂല, അങ്ങനത്തെ ഷിർക്കുൻ അസ്ഗർ ഉണ്ട് എന്ന്. അതേപോലെ തന്നെ കുഫറിനെ കുറിച്ചും പണ്ഡിതന്മാർ പറയും കുഫറുൻ അക്ബർ, കുഫറുൻ അസ്ഗർ. അതുപോലെ തന്നെയാണ് നിഫാഖിൻ്റെ കൂട്ടത്തിൽ അതിൽ അക്ബറായതും അഥവാ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതും
ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത പ്രവർത്തനങ്ങളിലുള്ള കാപട്യവും. അതാണ് ഇവിടെ പ്രവാചകൻ പറഞ്ഞ ഈ 4 സ്വഭാവങ്ങൾ പറയാൻ പോകുന്നത്. ഇത് തുമിന ഖാന, അവനെ വിശ്വസിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ അവന് വഞ്ചിക്കും എന്നുള്ളത്. കാപട്യത്തിൻ്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്നാമത്തത്, അവനെ വിശ്വസിച്ചാൽ ചതിക്കും. വിശ്വസിക്കാൻ കൊള്ളൂലോ അവനെ. ചില ആളുകൾ ചില വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്, വിശ്വസിക്കാൻ കൊള്ളൂല. സാമ്പത്തികമായ കാര്യത്തിലാണെങ്കിലും ഏതെങ്കിലും സംസാരമോ രഹസ്യങ്ങളോ വിഷയങ്ങളോ ആണെങ്കിൽ അതിൻ്റെ വിഷയത്തിലാണെങ്കിലും വിശ്വസിക്കാൻ അവനെ കൊള്ളൂല. അങ്ങനെ ആളുകൾ പറയുന്ന പ്രസിദ്ധമായി അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അവനെ പരിശോധിക്കാൻ തയ്യാറാവണം. അത് വളരെ അപകടം പിടിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ ഈ പറഞ്ഞ വിമർശനങ്ങൾ പറഞ്ഞ സ്വഭാവമാണ്. അതേപോലെ ഇദാ ഹദ്ദസ കദബ, സംസാരിക്കുകയാണെങ്കിൽ വായ പൊളിച്ചാൽ അവൻ കളവ് പറയും. സംസാരത്തിൽ കളവ് പറയുക എന്ന് പറയുന്നു, അത് കാപട്യത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒരു അടയാളമാണ്. വഇദാ ആഹദ ഗദറ, ഇനി വല്ല കരാറോ അതല്ലെങ്കിൽ ആരുമായിട്ട് വല്ല കരാറിൽ ഏർപ്പെടുന്ന പക്ഷം അതിൽ ചതി. കരാറുകളിൽ അവൻ പാലിക്കുക. ആളുകളോട് എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നത് ചെയ്യുക എന്ന് പറഞ്ഞു, ഇന്ന സമയത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞു. കരാറ് എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യരുമായിട്ടുള്ള സാമ്പത്തികമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് സത്യത്തിൽ നാം അള്ളാഹുമായിട്ടുള്ള അതിശക്തമായൊരു കരാറിലാണുള്ളത്. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റു ഒരു ഇലാഹുമില്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു, ഞാനത് പറയുന്നു. ഇതൊരു കരാറാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്, എനിക്ക് മാതൃകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു, അത് പറയുന്നു. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ പറയുന്നതൊക്കെ വലിയ വലിയ കരാറുകളാണ്. ഈ കരാറുകളൊക്കെ പറഞ്ഞിട്ട് ശിർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ കരാറിന് വഞ്ചന നടത്തുകയാണ് അവൻ കാപട്യമാണത്. അവൻ്റെ അടുത്തുള്ള ഒരു നിഫാഖാണത്. അള്ളാഹുമായിട്ടുള്ള ഇത്ര വലിയൊരു കരാറിൽ ഏർപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മാതൃകയാക്കുള്ളൂ എന്നൊരാൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട്. ആ പ്രവാചകന്റെ സുന്നത്തിന് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യാൻ, ബിദ്അത്ത് ചെയ്തിട്ട് അത് നല്ലതാണ്, അത് ചെയ്യേണ്ടതാണ് എന്ന് പ്രചരിപ്പിക്കുകയാണെങ്കിൽ ആ പറയുന്ന ഷഹാദത്തു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്നുള്ള കരാറിന് എതിരാണ് അവൻ ചെയ്യുന്നത്. കാപട്യമാണത് മറ്റൊരു ഭാഗത്തിൽ കൂടെ. ഇങ്ങനെ ഓരോ വിഷയങ്ങൾ അള്ളാഹുവിനെ താഴ്ത്ത് ചെയ്തുകൊണ്ട് പോകും, ഞാൻ മുസ്ലിമാണ്, അള്ളാഹുവിനെ ആരാധിക്കും, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുമെന്ന് പറഞ്ഞ് അതിന് വിരുദ്ധമായി ഒരാൾ ജീവിക്കുന്നത് അള്ളാഹുമായിട്ടുള്ള ശക്തമായ ആ കരാറിന് വിരുദ്ധമായി അതിൽ ചതി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു വാക്കാണ്, അർത്ഥവ്യാപ്തിയുള്ളൊരു വാക്കാണ്. കരാർ ചെയ്താൽ അതിന് എതിര് ചെയ്ത് വഞ്ചന കാണിക്കും. വഇദാ ഖാസമ ഫജർ, പിണങ്ങിയാൽ അനാവശ്യം വിളിച്ചു പറയാന്നുള്ളത്. രണ്ടാളുകൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ, നമുക്ക് പറ്റാത്ത എന്തെങ്കിലും ചർച്ചകളോ കാര്യങ്ങളോ വന്നാൽ അനാവശ്യ വാക്കുകൾ വിളിച്ചു പറയാം. തെറ്റായ ഏറ്റവും ദുഷിച്ച വാക്കുകൾ വിളിച്ചു പറയും. അവിടെയും തന്നെ നമ്മൾ നമ്മുടെ നാവിനെ ശ്രദ്ധിക്കാനും നിയന്ത്രിക്കാനും തയ്യാറാവണം. പിണങ്ങി എന്ന് കരുതിയിട്ട് വൃത്തികേടുകൾ വിളിച്ചു പറയാൻ പാടില്ല. പല ആളുകളും അങ്ങനെ പിണക്കത്തിലായി എന്നുണ്ടെങ്കിൽ എന്താണ് അവരെ നാവിൽ നിന്ന് പോരുന്നത്, എന്താണ് അവർ പറയുന്നത് എന്നുള്ളത് യാതൊരു കൺട്രോളും യാതൊരു നിയന്ത്രണവും ഉണ്ടാവും. അത് പാടില്ല. ഈ സ്വഭാവങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ കൂടെ പറഞ്ഞത് ഇത് കാപട്യത്തിൻ്റെ അടയാളങ്ങളാണ്. കാപട്യത്തിൻ്റെ നിഫാഖ് എന്ന് പറയുന്നത് ഈമാനിൻ്റെ വിരുദ്ധമായ സ്വഭാവമാണത്. നിഫാഖ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഒന്ന് മറച്ചുവെക്കുകയും പ്രത്യക്ഷത്തിൽ മറ്റൊന്ന് കാണിക്കുകയും ചെയ്യാം. നിഫാഖുൻ അക്ബർ എന്ന് പറയുന്നത് ഹൃദയത്തിൽ കുഫറും ഇസ്ലാമിനോടുള്ള ശത്രുതയും വെറുപ്പും പൂർണ്ണമായി പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന മുനാഫിഖീങ്ങളെ പോലത്തെ, പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളെപ്പോലെ ജീവിക്കുക, അവർ കൂടുന്ന സദസ്സിൽ പങ്കെടുക്കുക, പക്ഷെ ഉള്ളിൽ മുഴുവനും ഇസ്ലാമിനോട് വെറുപ്പും ഇസ്ലാമിനോടും അതിൻ്റെ ആളുകളോടും അതിൻ്റെ അമലുകളോടും ഇബാദത്തുകളോടും ആദർശത്തിനോടും പൂർണ്ണമായ വെറുപ്പ്. അത് ഈ നിഫാഖ് ഉള്ള ആളുകൾ പരസ്യമായ കുഫാറുകളൊക്കെയുള്ള അപേക്ഷിച്ച് നോക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് വലിയ അപകടകാരികളാണ്. കാരണം പരസ്യമായ ശത്രുത ഉള്ള ആളുകളാണെങ്കിൽ അവരേതായാലും നമ്മുടെ ശത്രുക്കളാണ് എന്നുള്ള ആ ഒരു കരുതൽ ആളുകൾക്കുണ്ടാകും. നിഫാഖുള്ള ആളുകൾ പ്രത്യക്ഷത്തിൽ അവർ മുസ്ലിമീങ്ങളാണ്, കൂട്ടത്തിലാണ്, പക്ഷേ ഉള്ളിൽ വെറുപ്പാണ്, അവരെ ശ്രദ്ധിക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിഫാഖുള്ള അങ്ങനത്തെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നിലക്ക് ഹൃദയത്തിൽ പൂർണ്ണമായ കുഫറുള്ള, ശിർക്കുള്ള, അതിനോട് താല്പര്യമുള്ള, ഇസ്ലാമിനോട് പൂർണ്ണമായ വെറുപ്പുള്ള
അങ്ങനത്തെ മുനാഫിഖീങ്ങൾക്ക് നരകത്തിൽ അല്ലാഹു ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൽ ഏറ്റവും താഴെ തട്ടിൽ. എന്തുകൊണ്ട് കുഫാറുകൾക്കുള്ളിലേറെ വലിയ ശിക്ഷ ഇവർക്ക് അല്ലാഹു താക്കീത് നൽകി? കാരണം അവര് പരസ്യമായ കുഫാറുകളൊക്കെയുള്ള അപേക്ഷ നോക്കുമ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് വലിയ അപകടകാരികളാണിവർ. അൻവർ മുസ്ലിമീങ്ങളെ പേരിലാണ് അറിയപ്പെടുന്നത്, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലാണുള്ളത്. അവരുടെ സദസ്സിലൊക്കെ അവരുണ്ടാകും. മുസ്ലിമീങ്ങളുടെ രഹസ്യങ്ങളും മുസ്ലിമീങ്ങൾക്ക് പ്രയാസപ്പെടുത്താൻ മറ്റുള്ളവരെ അപേക്ഷ നോക്കുമ്പോൾ ഇവർക്ക് കൂടുതൽ കഴിയുമതിന്. ഈ നിലക്ക് തന്നെ അവരല്ലാഹു വിമർശി. ഈ ഹദീസിൽ പറഞ്ഞത് വിശ്വാസപരമായിട്ടുള്ള കാപട്യമല്ല, പ്രവർത്തനങ്ങളിൽ കൂടെ വരുന്നതാണ്. പക്ഷേ പ്രവർത്തനത്തിൽ ഈ പറയുന്ന ദുഷിച്ച സ്വഭാവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിശ്വാസപരമായ നിലക്കുള്ള നിഫാഖിലേക്ക് ആ വ്യക്തിയെ എത്തിക്കാൻ സാധ്യത കൂടുതൽ. കളവിൻ്റെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ല. അതേപോലെ തന്നെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചു എന്നുണ്ടെങ്കിൽ അതിൽ ഇവനെ അംഗീകരിക്കാൻ കഴിയൂല, ഇവനെ വിശ്വസിക്കാൻ കഴിയൂല. സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കളവല്ലാതെ പറയൂല. പിണങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് നിന്നുള്ള വൃത്തികെട്ട വാക്കുകളല്ലാതെ വരുന്നല്ല. ഇങ്ങനത്തെ ഈ സ്വഭാവങ്ങൾ കൂടി വരികയാണെങ്കിൽ അത് ആ മനുഷ്യനെ നിഫാഖ് ഇഅ്തിഖാദി, വിശ്വാസപരമായ മുനാഫിഖ് ആക്കി തകർക്കാൻ സാധ്യത കൂടുതലാകുന്നു. അന്നിഫാഖു അസാസു ശർ, സകല തിന്മയുടെയും ആണിക്കല്ലാണ് കാപട്യം എന്ന് പറയുന്നത്. വഹുവ അൻ യുദ്ഹിറൽ ഖൈറ വയുബ്തിന ശർ, പ്രത്യക്ഷത്തിൽ നന്മയായിരിക്കും കാണിക്കുന്നത്, അതിൻ്റെ മുഖമായിരിക്കും. പക്ഷെ അവൻ്റെ ഉള്ളിൽ മുഴുവനും തിന്മയും ചീത്തയുമായിരിക്കും. ഹാദൽ ഹദ് യദ്ഖുലു ഫീഹി അന്നിഫാഖുൽ അക്ബറുൽ ഇഅ്തിഖാദി, നിഫാഖ് അക്ബർ വിശ്വാസപരമായ കാപട്യം അങ്ങനെയാണ്. അല്ലദീ യുദ്ഹിറു സാഹിബുഹു അൽ ഇസ്ലാം, പ്രത്യക്ഷത്തിൽ അവൻ ഇസ്ലാമിനെ ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കും, കാണിക്കും. വയുബ്തിനുൽ കുഫർ, അവൻ്റെ ഹൃദയത്തിൽ മുഴുവനും കുഫറായിരിക്കും, ഇസ്ലാമിനോടുള്ള ശത്രുതയും വെറുപ്പുമായിരിക്കും. വഹാദൻ നൗഉ മുഖ്രിജും മിനദ്ദീനി ബിൽ കുല്ലിയ്യ, അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പൂർണ്ണമായ ആ വ്യക്തി പുറത്തു പോകും. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖൂനിൽ പറഞ്ഞത് ഇദാ ജാഅകൽ മുനാഫിഖൂൻ, കപട വിശ്വാസികളായ ആളുകൾ പ്രവാചകരെ നിങ്ങളടുത്ത് വന്നാൽ ഖാലൂ നഷ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്, അവർ പറയും ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണ്, ഞങ്ങൾ മുഅ്മിനീങ്ങൾ പറയുന്നത് പോലെ. വല്ലാഹു യഅലമു ഇന്നക ലറസൂലു, അല്ലാഹുവിനറിയാം നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണ്. ഇവരുടെ ഷഹാദ സർട്ടിഫിക്കറ്റോ അംഗീകാരമോ ആവശ്യമില്ല. വല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു കപട വിശ്വാസികൾ അവർ കള്ളന്മാരാണ്, അവരുടെ മനസ്സിലുള്ളതല്ല അവർ പുറത്തേക്ക് പ്രത്യക്ഷത്തിൽ പറയുന്നത്. എന്നിട്ട് അള്ളാഹു അവരെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആയാത്തുകളിൽ കൂടെ ഇത്തഖദു ഐമാനഹും ജുന്ന, അവർ ഈ സത്യം ചെയ്ത് പറയുന്നത് അത് അവർക്കൊരു പരിചയം ഒരു സുരക്ഷയുമായിട്ട്, നിങ്ങളെ ഭാഗത്ത് ഉപദ്രവമില്ലാതെക്കാൻ, നിങ്ങളവരെ പുറത്താക്കാതിരിക്കാൻ, നിങ്ങളവരെ മുസ്ലിമീങ്ങളായിട്ട് അംഗീകരിച്ചിട്ട് ആനുകൂല്യം കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പരിചയമായിട്ട് സ്വീകരിച്ചിട്ടാണ് അവരിത് പറയുന്നത്. ഫസദ്ദു അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകൾ അവരെ തടയാണ്. ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ, വളരെ ചീത്തപ്പെട്ട പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ അള്ളാഹു 2, 3, 4, 5 ഈ ആയത്തുകളിൽ കൂടെ അവരെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയും. ഇത് നിഫാഖ് അക്ബർ അൽ ഇഅ്തിഖാദി, വിശ്വാസപരമായ ഇസ്ലാമിൽ നിന്നൊരു വ്യക്തിയെ പുറത്താക്കുന്ന കാപട്യമാണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന നിഫാഖും പ്രവർത്തനങ്ങളിലുള്ള നിഫാഖും അന്ന് പ്രവാചകന്റെ സദസ്സുകളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് മുസ്ലിം ലോകത്ത് ഇത് ധാരാളം ആളുകളിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. പ്രത്യക്ഷത്തിൽ ഇസ്ലാമിൻ്റെ പേരായിരിക്കും, മുസ്ലിം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ടാകും, രേഖയിലും കാര്യങ്ങളും അങ്ങനെയായിരിക്കും. പക്ഷെ അവരുടെ ഉള്ളിൽ ഇസ്ലാമിനോടൊരു താല്പര്യമേ ഉണ്ടാവും, അവർക്ക് ഇതിനോട് നല്ല വെറുപ്പായിരിക്കും. പക്ഷെ അവർ ജനിച്ചത് അങ്ങനത്തെ കുടുംബത്തിലായതുകൊണ്ട്, അതല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുന്നിൽ അവരിങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് അത് പറയാ എന്നല്ലാതെ അവരുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഈ നിഫാഖുൻ ഇഅ്തിഖാദി, വിശ്വാസപരമായി കാപട്യം വെച്ചു പുലർത്തുന്ന ധാരാളം ആളുകൾ ഇന്നുണ്ടാകും. പ്രവാചകന്റെ കൂടെ യുദ്ധത്തിലും അവിടുത്തെ ജമാഅത്ത് നിസ്കാരത്തിലും അവിടുത്തെ ഇൽമിന്റെ സദസ്സിലും ഈ പറയുന്ന ആളുകളുണ്ടെങ്കിൽ ഇന്ന് ലോകത്ത് ഇങ്ങനത്തെ ആളുകൾ ധാരാളം ഉണ്ടാകും. അതിൻ്റെ പുറമെ തൗഹീദുണ്ട്, സുന്നത്തുണ്ട്, ഇസ്ലാമിൻ്റെ അമലുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ചില ആളുകളെടുത്ത് ഈ പറയുന്ന പ്രവർത്തനത്തിലുള്ള, ഇസ്ലാമെന്ന് പുറത്താക്കുന്നില്ല, അവർ പുറത്തു പോകുന്നില്ലെങ്കിലും ഈ പറയുന്ന സ്വഭാവങ്ങൾ ഉണ്ടാകും. അത് വളരെ ഗൗരവത്തോടു കൂടെ നമ്മളെടുത്ത് വരുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്താൻ തയ്യാറാവും. ഏറ്റവും ആദ്യം പ്രവാചകൻ അതിൽ പറഞ്ഞു ഇത് എത്തുമിന ഖാന, അവനെ വിശ്വസിക്കപ്പെട്ടാൽ ചതിക്കും. ചിലപ്പോൾ നമ്മളെന്തെങ്കിലും കാര്യങ്ങൾ ആരോടും പറയരുതട്ടോ എന്ന് പറഞ്ഞ് ചില സ്വകാര്യങ്ങളോ ചില അത്യാവശ്യങ്ങളോ പറയും.
അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കും. വിശ്വസിച്ചാൽ ചതിക്കും. അതേപോലെ തന്നെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ വായ പൊളിച്ചാൽ കളവ് പറയാം. കുട്ടികളോടൊക്കെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളതാണ്, കളവ് പറയരുത്. കളവിൻ്റെ കാര്യം വളരെ ഗൗരവത്തോടു കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയതാണ്. ഒരു മനുഷ്യൻ സത്യം പറയും, സത്യമേ പറയൂ എന്ന് പറയുന്ന ഒരു നിർബന്ധ ബുദ്ധി അവനുണ്ടാകും ചെയ്യും. വയതഹറസ്ദ്, സത്യമേ പറയുള്ളൂ, സത്യം ചെയ്യുള്ളൂ. സത്യത്തിൽ സത്യമായ നിലയ്ക്ക് പറയുള്ളൂ, ചെയ്യുള്ളൂ എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധി ഒരാൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് അവനെ സിദ്ദീഖ് എന്ന് പറയുന്ന പേരിൽ എഴുതപ്പെടുന്നത്. സിദ്ദീഖ് എന്നുള്ളത് സത്യം ഞാൻ പറയുള്ളൂ, സത്യമായ കാര്യങ്ങൾ ചെയ്യുള്ളൂ, വഞ്ചനയും ചതിയും ഉണ്ടാകൂല. ഈ ഒരു നിർബന്ധ ബുദ്ധിയോടെ ഒരാൾ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവനെ സിദ്ദീഖ് എന്ന പേരിൽ എഴുതപ്പെടും എന്നുള്ളത്. സിദ്ഖ് ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക്, ബിറിലേക്ക് ചേർക്കും, നന്മയിലേക്കേ ചേർക്കുള്ളൂ. ബിറ് ഒരാളെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നുള്ളത്, സ്വർഗത്തിലേക്ക് എത്തിക്കും. അപ്പോൾ സത്യമേ പറയുള്ളൂ എന്ന് നമ്മുടെ മനസ്സിൽ നിർബന്ധ ബുദ്ധിയുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പല തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാകും. ഞാൻ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ, ആരെങ്കിലും കാണുകയാണെങ്കിൽ, എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കളവൊരിക്കലും പറഞ്ഞുകൂടാ. അപ്പോൾ ആ തെറ്റിൽ നിന്നിട്ട് നമ്മൾ മാറി നിൽക്കാൻ തയ്യാറാകും. നേരെ മറിച്ച് ഒരു മനുഷ്യൻ കളവ് പറയും, ഓന് കളവ് പറയുന്ന കാര്യത്തിൽ യാതൊരു സൂക്ഷ്മതയുടെ ഇല്ലാണ്, ഓന് വിഷയമല്ല, കളവേ പറയുള്ളൂ. അങ്ങനെ ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ അവനെ കള്ളൻ എന്ന് പറയുന്ന ആ ലിസ്റ്റിൽ അവന് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് കള്ളനായിരിക്കും. കളവ് ഫുജൂരിയത്തിലേക്ക്, തമ്മാടിത്തരത്തിലേക്ക് ചേർക്കും. കളവ് പറയുന്ന പ്രശ്നമൊന്നുമില്ല, ആളുകൾ മനുഷ്യനെ കളവാട് പറഞ്ഞാൽ മതി. അപ്പോൾ തെറ്റുകൾ ചെയ്യാൻ യാതൊരു വൈമനസ്യം ഉണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല. കാരണം കളവ് പറഞ്ഞ് രക്ഷപ്പെടാന്നുള്ളതായിരിക്കും. അങ്ങനെ പിന്നെ കളവ് ഇങ്ങനെ പറഞ്ഞാൽ ആ കളവ് പിന്നെ ആ മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കും. തെറ്റുകൾ ചെയ്യും, പാപങ്ങൾ ചെയ്യും, കൂടുതൽ വരും. പക്ഷെ പ്രശ്നമൊന്നുമില്ല. ആളുകളെ മുന്നിൽ രക്ഷപ്പെടാനും, ഉസ്താദിൻ്റെ മുന്നിൽ രക്ഷപ്പെടാനും, മാതാപിതാക്കളുടെ മുന്നിൽ രക്ഷപ്പെടാനും, വേറെ മുന്നിൽ കഴിച്ചിലാകാനും കളവ് പറഞ്ഞ് രക്ഷപ്പെടാന്നുള്ള മാനസികാവസ്ഥയാണെങ്കിൽ തെറ്റ് ചെയ്യുമ്പോൾ അവന് യാതൊരു പ്രയാസവും വൈമനസ്സും മനസ്സിന് കുത്തുണ്ടാകൂല. അങ്ങനെ പിന്നെ തെറ്റുകൾ കൂടുതൽ ചെയ്ത് ആ മനുഷ്യനെ നരകത്തിലേക്ക്, ഫുജൂരിയത്തിലേക്ക്, തമ്മാടിത്തരത്തിലേക്ക് പോയി നരകത്തിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ കാണാൻ കഴിയും. അപ്പം ഇതേപോലെയാണ് അമലിയായ ഈ പറയുന്ന നിഫാഖുകൾ എന്നെ ശ്രദ്ധിക്കാതെ കൂടി വന്നാൽ അത് വിശ്വാസപരമായ നിഫാഖിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം അവൻ്റെ സ്വഭാവങ്ങളും അവൻ്റെ വാക്കുകളും അവൻ്റെ പ്രവൃത്തികളും തൗഹീദുണ്ടെങ്കിലും സുന്നത്തുണ്ടെങ്കിലും ഈ പറയുന്ന അഖ്ലാഖുകൾ, ഈ പറയുന്ന സ്വഭാവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ പലപ്പോഴും പലരെയും നമ്മൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നാം കഴിവിൻ്റെ പരമാവധി ഈ ഉത്തമമായ ആദാബുകളും ഈ സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് നമ്മുടെ വിശ്വാസവും നമ്മുടെ അമലുകളും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നാം നടത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊരു കാര്യം, ഒരാൾക്ക് ഈമാനുള്ളതിനോട് കൂടെ തന്നെ അവനിൽ നിഫാഖും ഉണ്ടാകും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽപ്പെട്ടത്. ഒരാൾക്ക് മുഅ്മിനാണെങ്കിൽ പിന്നെ എങ്ങനെ മുനാഫിഖാകാം? ഒരു ഭാഗത്തിൽ കൂടെ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അവൻ്റെ ഈമാനും വിശ്വാസപരമായ കാര്യങ്ങൾ ഉള്ളതിനോട് കൂടെ തന്നെ മറുഭാഗത്ത് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അവൻ്റെ കാപഢ്യവും ഉണ്ടാകും. നന്മ ഒരു ഭാഗത്തിൽ കൂടെ ഉണ്ടാകും, തിന്മ മറുഭാഗത്തിൽ കൂടെ ഉണ്ടാകും. നന്മ ഉള്ളതിനനുസരിച്ച് നാം ആ വ്യക്തിയെ ഈമാനിൻ്റെ പേരിൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും. തിന്മ ഉള്ളതിനനുസരിച്ച് ആ മനുഷ്യനെ അതിൻ്റെ പേരിൽ നമ്മൾ അകറ്റുകയും വെറുക്കുകയും ചെയ്യും. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽപ്പെട്ടത്. ഖവാരിജുകളൊക്കെ വിശ്വാസങ്ങൾ ഒരാൾക്ക് നന്മയാണെങ്കിൽ പൂർണ്ണമായിട്ട് നന്മ, തിന്മയാണെന്നുണ്ടെങ്കിൽ അവൻ പൂർണ്ണമായിട്ട് തിന്മ എന്ന് പറയുന്നത് അത് ഖവാരിജുകളുടെയൊക്കെ അവരുടെ നിലപാടുകളാണ്. അത് അഹ്ലുസുന്നയുടെ അഖീദക്ക് വിരുദ്ധമാണ്. തെറ്റുകളുണ്ടാകും, വിശ്വാസം ഉണ്ടാകും, തൗഹീദ് ഉണ്ടാകും, സുന്നത്തുണ്ടാകും, ത്വാഅത്തുണ്ടാകും. അതോടുകൂടെ കളവ് പറയുന്ന കാര്യത്തിൽ കളവ് ആ ഒരു വിഷയമല്ല. വായ പൊളിച്ച് കളവോട് പറയും. അത് പക്ഷെ തൗഹീദുള്ള വ്യക്തിയായിരിക്കും, ദഅവത്ത് നടത്തുന്ന വ്യക്തിയായിരിക്കും, ഈമാനുണ്ടാകും, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഈ കളവിൻ്റെ കാര്യത്തിൽ അത്രത്തോളം അത് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറയും. അത് കാപഢ്യത്തിൻ്റെ മേലറിയിക്കും. അത് വളരെ ഗൗരവമുള്ള അതാണ്. അതേപോലെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ, അതേപോലെ തന്നെ പിണങ്ങുകയാണെന്നുണ്ടെങ്കിൽ വായിൽ തോന്നിയ വിളിച്ചു പറയാന്നുള്ളത്, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടെ നമ്മളെ ഉണർത്തിയതാണ്. അത് നാം അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി. എന്തെങ്കിലും സംശയമുണ്ടോ ഇതിൽ പറഞ്ഞതിൽ ആർക്കെങ്കിലും? ഇല്ല.